ഇന്നത്തെ ദിവസം നടന്ന രസകരമായ സംഭവങ്ങൾ കോർത്തിണക്കിയുള്ള ടണൽ ടീമിന്റെ BB ന്യൂസ് ആയിരുന്നു ഇത്ര നേരം ലൈവിനകത്ത്. ടണലിലെ 3 പേരും കിഡുമായിട്ട് തന്നെ പ്രസന്റ് ചെയ്തു കേട്ടോ. വളരെ സ്പോണ്ടേനിയസ് ആയിട്ട് ആഹളാം പ്രതി എല്ലാവർക്കും കൊട്ടുകൊടുത്തിട്ടാണ് 3 പേര് സംസാരിച്ചത്. ഇതിനിടയ്ക്ക് അവരെ തന്നെ സെൽഫ് ട്രോളും ചെയ്യുന്നുണ്ടായിരുന്നു. അതിൽ തന്നെ എടുത്തു പറയേണ്ട വിറ്റുകള് ഭൂരിഭാഗവും സിജോ അടിച്ചതാണ്. സിജോ ചുമ്മാ തകർത്ത് വാരുമായിരുന്നു കൊടുത്ത സ്പേസില്. ഒരു സ്റ്റാൻഡപ്പ് കൊമേഡിയനെയൊക്കെ പോലെ ടീമിനെ ഷോൾഡർ ചെയ്തായിരുന്നു സിജോയുടെ പെർഫോമൻസ്. അത് എടുത്തു പറയണം. വെറുതെ വെച്ചങ്ങ് അലക്കുമായിരുന്നു, ലോജിക്കൊന്നും നോക്കാതെ. പിന്നെ അഭിഷേകിന്റെ പല്ല് തെറിച്ച് ഋഷിയുടെ വായിൽ നിന്നും കിട്ടി എന്നൊക്കെ പറയുന്നത് നല്ല ഒന്നാന്തര അബ്സർഡ് ഹ്യൂമറാണ്. ലോജിക്കോ ഒന്നും വേണ്ട, കേൾക്കുമ്പോ ചിരി വരണം. ആ രീതിയിൽ സിജോ ചുമ്മാ തകർത്ത് വാരി. പിന്നെ ഇന്ത്യൻ നാഷണൽ കോൺഫറൻസ്, ശ്രീതു ക്യൂട്ട്നെസ് വാരി വിതർന്നത്, അർജുന്റെ പാൻ ഇന്ത്യ ലെവലിലുള്ള ഊത്ത്, അൻസിത്തയുടെയും നോറയുടെയും പ്രണയകഥ ഒരു സിനിമയാക്കാനൊക്കെ ആളുകൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇന്നത്തോടെ അത് ഡ്രോപ്പായി എന്നൊക്കെ പറഞ്ഞ് ജിൻഡോ ബ്രോ വേറെ പല സ്ഥലത്തു നിന്നും കൂടെ ഊതുന്നത്, നോറയുടെ കണ്ണീര് വീണ്ട് ക്യാമറ കേടായത്, നന്ദനയുടെ 5 കൊല്ലത്തെ പ്രണയത്തെ തള്ളി 7 കൊല്ലമാക്കിയത്. അങ്ങനെ കുറെ വിറ്റുകളുണ്ട് പറയാനാണെങ്കിൽ സിജോയുടെ വക മാത്രം. അപ്സരയും സായി 2 പേരും ഒട്ടും മോശമൊന്നുമല്ല. 4-ാം പ്രതി എല്ലാരെയും കൂട്ടുന്നതിൽ അവരും തകർത്ത് വാരി മുന്നിൽ തന്നെ നിന്നു. പക്ഷെ എടുത്തു പറയേണ്ടത് സിജോയെ തന്നെയാണ്. അഭിഷേകിന്റെ വളയെ കുറിച്ചൊക്കെ പറഞ്ഞത് എല്ലാം പുള്ളി കൈ നിട്ടതാണെന്ന് തോന്നുന്നു. എന്തായാലും നല്ല ഒന്നാന്തരമായിട്ട് കൊടുത്ത പണി ചെയ്തിട്ടുണ്ട് 3 പേരും കൂടി. കുറെ ഇരുന്ന് ചിരിച്ചു. എപ്പിസോഡിൽ ഇത് എന്തുമാത്രം കാണിച്ചിട്ടുണ്ട് എന്നറിയില്ല. ലൈവ് കണ്ടവർക്ക് ആ ഒരു ഫീല് ശരിക്കും കിട്ടിയിട്ടുണ്ടാവും. അത് നമ്മളെപ്പോലെ ലൈവ് ഇത്രയും ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ പ്രത്യേകിച്ചും ആ ഒരു എന്താ പറയുക, ഇവർ പറയുന്ന സംഭവങ്ങളൊക്കെ നമ്മുടെ മൈൻഡിൽ കൂടെ പോകും. അപ്പൊ അതായിരുന്നു ലൈവ് അപ്ഡേറ്റുകൾ.